സമ്പൂർണ്ണ ബീഫ് നിരോധനവുമായി അസം. അതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഇന്നു മുതൽ പൂർണ്ണ നിരോധനം അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടേതാണ് ഈ പ്രഖ്യാപനം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ബീഫ് നിരോധനമാണ് പൊതുസ്ഥലങ്ങളിൽ മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയും വിശദാംശങ്ങൾ നൽകും. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബീഫിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസമിലെ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് വിളമ്പില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പില്ല എന്നും ബീഫിന് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ അസമിലെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് വിളമ്പുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു. ആ നിരോധനം സംസ്ഥാനത്തെ മുഴുവൻ പൊതുസ്ഥലങ്ങളിലേക്കും പൊതുചടങ്ങുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് അസം മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ 30% ഒരു സംസ്ഥാനമാണ് അസം. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അസം സർക്കാർ നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, അസമിൽ സമ്പൂർണ്ണ ബീഫ് നിരോധനം അതൊരു അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഈ പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.